ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാതെ വാരി വലിച്ച് പഠിച്ച് സമയം കളയാതെ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം ആവശ്യമായ രീതിയിൽ പഠിച്ചില്ലേ, ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, സാറേ 10th പ്രിലിംസിന് മാത്രമായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പല രീതിയിലുള്ള എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം നമ്മൾ 10th പ്രിലിംസിനായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം ആവശ്യമായ രീതിയിൽ ക്ലാസ്സിൽ നിന്ന് തന്നെ തീർച്ചയായും നിങ്ങൾ പഠിച്ചു പോകും. ഇനി ഈ ക്ലാസ്സിൽ കണ്ട കാര്യം നിങ്ങൾ പഠിക്കാൻ വേറെ സമയമൊന്നും കണ്ടെത്തേണ്ടി വരില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകും. നമ്മുടെ ക്ലാസ് നിങ്ങൾ കാണുന്നവരാവും, നമുക്കറിയാം. പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ കോഡുകൾ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ മാക്സിമം കാര്യങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് തന്നെ ഓരോന്നും നമ്മൾ പഠിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഒറ്റ ബാച്ചല്ല, 2 ഉണ്ട്. ഇനി ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയാം. ആദ്യത്തെ നമുക്ക് 120 ഡേയ്സ് ക്രാഷ് ബാച്ച് ആണുള്ളത്. അതായത് 120 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാച്ച് 120 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളും എക്സ്ട്രാ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും ഒക്കെ നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മുടെ നോർമൽ ബാച്ച് ആയിട്ടുള്ള സക്സസ് പ്രിലിംസ് ബാച്ച് ആണ്. ഇതിൽ നമുക്ക് വരുന്നത് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആണ്. അതായത് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണോ അതിന്റെ ഒക്കെ ക്ലാസ്സസും പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ. നിങ്ങൾക്ക് ക്ലാസ്സസ് വെറുതെ ഇട്ട് തരിക മാത്രമല്ല, നിങ്ങൾക്ക് വീക്ക്ലി റിവിഷൻ ഉണ്ടാവും. റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യണം. എന്താണ് ഫോൾട്ട് എന്നുള്ളത് കണ്ടെത്തണം. ആദ്യം ഫോൾട്ടുകൾ മനസ്സിലാക്കി പഠിച്ചാലേ നിങ്ങൾ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോൾട്ടുകൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് എന്താണ് ഫോൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിവിഷൻ എക്സാം ഇടുന്നത്. പഠിച്ച കാര്യങ്ങളിൽ തന്നെ പല ഫോൾട്ടുകളും വന്നിട്ടാണ് നമുക്ക് എക്സാമിന് ഈ പഠിച്ച കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പൊ ഈ ഫോൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ഉണ്ടാവും. വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ടാവും. റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം തരും. പിന്നെ മന്ത്ലി, അതായത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മാസം നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് ഇട്ട് തരും. പിന്നെ 2 മാസം കഴിഞ്ഞാൽ പിന്നെ അതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവും. പിന്നെ വീക്ക്ലി റിവിഷൻ, അങ്ങനെ ഓരോന്നും റിവിഷൻ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. എക്സാമുകൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയണ്ടേ, അതിനുവേണ്ടി നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. പിന്നെ സിലബസ് ബേസ്ഡ് റിവിഷൻ ഉണ്ടാവും. ഓക്കെ, സിലബസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് ബേസ്ഡ് റിവിഷനും കൊണ്ടുവരും. റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അതാവുമ്പോൾ നമുക്ക് കൂടെ തന്നെ ഓരോ കാര്യങ്ങളും റിവിഷൻ ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങളും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോവാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ്. PSC പലപ്പോഴും 10th പ്രിലിംസിന് കൂടുതലായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന് അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ വരാനുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ വീക്ക്ലി അതിൻ്റെയും ഒരു ക്ലാസ് ഉണ്ടാവും. എന്താണ്? റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ക്ലാസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോർമൽ ബാച്ചിൽ നിങ്ങൾക്കായിട്ടുള്ളത്. നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് ക്ലാസ്സസും സിലബസ് ബേസ്ഡ് റിവിഷനും പിന്നെ റിവിഷൻ എക്സാമുകളും, ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ബാച്ചിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഫീസ് വരുന്നത് 999 രൂപയാണ്. ഒരു കാര്യം പറയട്ടെ, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ മാർച്ച് 10 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് തൊട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്രാക്ക് ചെയ്യും. നിങ്ങൾ മനസ്സോടെ പഠിക്കേണ്ടി ഒന്നും വരില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് പഠിക്കുക. ഓക്കെ, ഓരോന്നും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോയി. അത് കോഡുകളായാലും കണക്ഷനുകളായാലും നല്ല പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടായാലും നമുക്ക് ആ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടായാലും നമുക്കത് അവിടുന്ന് പഠിച്ചു പോകണം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകും. നിങ്ങൾക്ക് ഒരിക്കലും റഷ് ഫീൽ ചെയ്യില്ല. അതായത് ഒരു ലോഡ് ക്ലാസ് ഇട്ട് വന്നിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എത്തിച്ചു തരലല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിച്ച് നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ പ്രീമിയം ബാച്ചാണ്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ബാച്ചിന്റെ കാര്യമാണ്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ പ്രീമിയം ബാച്ചാണ്. ഓക്കെ, നമ്മുടെ പ്രീമിയം ബാച്ചിൽ വരുന്നത് നമുക്ക് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ, അതുപോലെ തന്നെ മോഡൽ എക്സാം, ഇതൊക്കെ നമ്മുടെ നോർമൽ ബാച്ചിലും വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് SCRT ബൂസ്റ്റർ സെഷൻ. ഓക്കെ, നമ്മൾ പലരും പേടിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. SCRTയിൽ നിന്ന് എവിടുന്ന് ചോദ്യം വരുന്ന അറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. SCRT ഇപ്പൊ ന്യൂ SCRT ഉണ്ട്, ഓൾഡ് SCRT ഉണ്ട്, എവിടുന്നൊക്കെ പഠിച്ച് എങ്ങനെ തീർക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് SCRT ബൂസ്റ്റർ സെഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതാവുമ്പോൾ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം, ഏറ്റവും വേണ്ട ചോദ്യങ്ങളും പോയിന്റ്സും എല്ലാം ഞാൻ ഇവിടുന്ന് റെഫർ ചെയ്തെടുത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പൊ ബൂസ്റ്റർ സെഷൻ ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് SCRT ബൂസ്റ്റർ ആയിട്ടും പിന്നെ ഒന്നുണ്ടാവുക PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതായത് മുമ്പ് PSCയുടെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കട്ടെ. PSC ഇപ്പൊ ഏത് രീതിയിൽ ചോദിക്കുന്നുണ്ട്, PSC എവിടെ നിന്നൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്
PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. PYQ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളും PSC ഈ അടുത്ത് ചോദിച്ചതും മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും ആവശ്യമായ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രീമിയം കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്നുകൂടെ നോക്കാം. ഒന്ന് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഉണ്ട്, വീക്ക്ലി റിവിഷൻ ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, സിലബസ് ബേസ്ഡ് റിവിഷൻ, അതായത് നമ്മൾ സിലബസ് കവർ ചെയ്ത് അതിനുശേഷം നമ്മൾ റിവിഷൻ ക്ലാസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവിഷൻ ഉണ്ടാവും. GK മാത്രമല്ല, നിങ്ങൾക്ക് മാത്സിന്റെയും എല്ലാം കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് വരും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് സ്കോർ ചെയ്യുന്നത്. കഴിഞ്ഞ LGS-നൊക്കെ നമ്മുടെ കൂടെ കൂടിയവർക്ക് അറിയാം, വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച്, അതായത് ദിവസവും 100 ക്വസ്റ്റ്യൻ, ദിവസവും 1000 ക്വസ്റ്റ്യൻ, ഈ രീതിയിൽ പഠിക്കാതെ, ഈ വർഷം കഴിഞ്ഞു പോയ 100-1000 കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിക്കാതെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കറണ്ട് അഫയേഴ്സ്, നാളത്തെ ദിവസത്തെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഒന്നും പഠിക്കാതെ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടും കറണ്ട് അഫയേഴ്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞ LGS ബാച്ചിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും പഠിച്ചു പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കയറ്റി തരില്ല, ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തൊന്നും വേണ്ട, നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകും. അതിനാണ് നമ്മൾ മാക്സിമം സമയം കണ്ടെത്തി അവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കത് കണക്ഷനിലൂടെയൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. പിന്നെ ഈ SCRT-യുടെ കാര്യമായാലും, SCRT-യുടെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. SCRT നമ്മൾ ചാപ്റ്റർ വൈസ്, അതായത് ഓരോ ടോപ്പിക് വൈസ് ഗോൾഡൻ ടോപ്പിക്സിന്റെ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് SCRT-യുടെ. അപ്പോൾ ആ ക്ലാസ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും SCRT നമ്മൾ ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ ചോദ്യങ്ങളും പറഞ്ഞ് അവിടെ നിന്ന് തന്നെ പഠിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ അത് പെർഫെക്റ്റ് ആയി കുത്തിക്കയറ്റി അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സാമിന് പോവുക. അല്ലാതെ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചു തന്ന് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു തരികയല്ല. ഓക്കെ, അതല്ല നമ്മളുടെ ഉദ്ദേശം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കലാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. പറഞ്ഞു തരല ഒരു ടീച്ചിങ് ആയിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ക്രാക്ക് ചെയ്യണം. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഇത് ബാച്ചിലെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കോർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സും ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ പ്രീമിയം ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ സെഷൻ, പിന്നെ നമ്മൾ തമ്മിൽ ഡിസ്കഷൻ. അതായത് പലർക്കും പല രീതിയിലുള്ള ഫോൾട്ടുകൾ സംഭവിക്കാറുണ്ട്. അതായത് ഒരാൾക്ക് സയൻസിലാണ് പ്രശ്നം വരുന്നെങ്കിൽ മറ്റൊരാൾക്ക് കറണ്ട് അഫയേഴ്സിലാവും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രോബ്ലംസ് അല്ല. അപ്പോൾ പലരുടെയും പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് അറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ മീറ്റിങ്ങിലൂടെ പറഞ്ഞു തന്ന് ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഓരോ പഴുതും നമ്മൾ അടച്ചടച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, കുറച്ച് സീറ്റ്സ് ആണ് ഇതിലുള്ളത്. കാരണം ഏറ്റവും ആവശ്യമായ ആളുകളെ എത്രയും പെട്ടെന്ന് എത്തിച്ച് അവർക്ക് ഇത് ഫിക്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ തന്നെ SCRT ബൂസ്റ്ററും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് ഡിസ്കഷൻ വരും, അതായത് മീറ്റിങ്ങുകൾ വരും. പിന്നെ അതിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരും. പിന്നെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്, അതായത് എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ചില ടിപ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചിലപ്പോൾ അറിയാത്ത പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സും എല്ലാം ഇതിൽ ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ 2 ബാച്ചുകൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 80 86 19 57 67. നമ്മൾ താഴെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കമന്റിലൂടെ ചോദിക്കാതിരിക്കുക, ചിലപ്പോൾ കമന്റ് കണ്ടൊന്നും വരില്ല. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിലും നമുക്ക് 120 ദിവസത്തെ ക്രാഷ് ബാച്ച് തന്നെയാണ്. 120 ദിവസം കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു തീർക്കുക. അതിലും നിങ്ങൾക്ക് ഞായറാഴ്ച എന്താവും, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് മാറ്റി തരും. അത് വെറുതെ കളയാനുള്ള ദിവസമല്ല, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയമില്ല നിങ്ങൾ ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ 100% ഷുവർ ആണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചെടുത്തിട്ടായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടായാലും മുന്നോട്ട് പോവുക. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഏതെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കോഴ്സ് ആയാലും പ്രീമിയം കോഴ്സ് ആയാലും ഏത് കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയുന്ന റിക്വസ്റ്റ് ആണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ ബാച്ച് ക്ലോസ് ആയി കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് വരും, സാറേ പ്ലീസ് എനിക്ക് അന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് ഒരുപാട് റഷ് തരാൻ പറ്റില്ല. നിങ്ങൾ വൈകി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അത്രയും ക്ലാസ് നിങ്ങൾക്ക് പെൻഡിങ് ആവും. നിങ്ങൾക്ക് എപ്പോഴൊക്കെ റഷ് ഫീൽ ചെയ്യുന്നു, അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് മൈൻഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മര്യാദക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ റഷ് ഒന്നും ഇല്ലാതെ സമാധാനത്തോടുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് 120 days ക്രാഷ് ബാച്ച് ആക്കി ഇതിനെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ പ്രോപ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തന്ന് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും റഷ് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം
കാരണം നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. മൈൻഡ് നല്ല സമാധാനത്തോടു കൂടെ ഞാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് തരാനാണ് നമ്മൾ റിവിഷൻ എക്സാം ഒക്കെ തരുന്നത്. നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. കാരണം അത്രയും നമ്മൾ അവിടെ നിന്ന് തന്നെ അത്രയും സമയം എടുത്തിട്ടാണ് നമ്മളത് പഠിക്കാൻ പോകും. പിന്നെ പഠിച്ചു നോക്കാൻ നമ്മൾ ട്രൈ ചെയ്യും, നിങ്ങൾ പഠിച്ചെടുക്കും, അത് ഉറപ്പാണ്. കാരണം അത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ ടെൻഷൻ ഒന്നും വേണ്ട, ഒരു ദിവസം തന്നെ 10-20 ക്ലാസ് തരുമെന്നുള്ള ടെൻഷനും വേണ്ട. 3 ക്ലാസ്സാണ് മാക്സിമം തരിക. അത് മാക്സിമം കണക്കാണ്, എല്ലാ ദിവസവും 3 ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, 1, 2, 3. ഓക്കെ, 3 ക്ലാസ് തരേണ്ട സമയമാണെങ്കിൽ ചിലപ്പോൾ 3 ക്ലാസ് തരും. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ചോദിക്കുക. ഡൗട്ട് മനസ്സിൽ വെച്ചിട്ട് ഇരിക്കരുത്, ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ നമ്മുടെ ബാച്ചിലുള്ളവർക്ക് അറിയാം, ബാച്ച് എന്തായാലും നിങ്ങളുടെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ബാച്ച് അങ്ങോട്ട് ഇട്ട് തന്ന് ക്ലാസ്സുകളൊക്കെ ഇട്ട് തന്നിട്ട് ഞാൻ പോകുന്നില്ല, ഓരോ കാര്യങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് നോക്കി നടത്തി തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാച്ചിലുള്ള ആളുകൾക്ക് അതറിയാം. ഇപ്പോൾ നമുക്ക് ഒരു വാട്സപ്പ് ബാച്ച് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 3 എക്സാം കമ്പനി ബോർഡ് LGS, BERKLDC, VFAക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഇതിലും ഞാനുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോഴും പറയുന്നു, ഡൗട്ട് മനസ്സിൽ വെച്ചിരിക്കരുത്, വൈകിപ്പിക്കരുത്. അതായത് ആ സമയം കഴിഞ്ഞാൽ നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റഷ് ആവും. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് പോലെ തോന്നും, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പഠിച്ച് തീർത്തിട്ട് വേണ്ടേ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ എന്നുള്ള രീതിയിലൊക്കെ മൈൻഡ് പോവും. അങ്ങനെയൊന്നും പോകരുത്. അപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യമായ രീതിയിൽ പഠിച്ചു പോകാനാണ് നമ്മൾ 10-ാം തീയതി മുതൽ ഒരു ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇന്ന് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചു, സ്പോട്ടിൽ തന്നെ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൽ പോയിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നമ്പർ തരും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, മൈൻഡ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവും, പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനെ എന്ത് പ്രശ്നമാണെങ്കിലും എല്ലാത്തിനും എന്തായാലും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ടുഞ്ഞായങ്ങൾ പറഞ്ഞ് എവിടെയും തളർന്നു പോകരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ, എവിടെയും നമ്മുടെ ഈ മുത്തുകൾ ഇങ്ങനെ കോർത്ത് പോകുന്നതാണ് ഈ മാല. അതായത് മുത്ത് പോകരുത്, ഒരു സ്ഥലത്തും നമ്മുടെ ഈ മുത്ത് പോകരുത്. അപ്പോൾ ഈ മാല ഫില്ലായി തന്നെ പോട്ടെ. ഒരു ദിവസം, അതായത് ചിലപ്പോൾ ഒരു ദിവസം 5 മിനിറ്റേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ, ഒരു ദിവസം 2 മണിക്കൂർ കിട്ടുന്നുണ്ടാവും. ഇതിലൊക്കെ കൺസിസ്റ്റൻസി ഉണ്ട്. ഈ 5 മിനിറ്റ് ആയാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നും, അതെ ഞാൻ പഠിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിന് തോന്നും. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോകാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് സമയം കളയാതിരിക്കാനാണ് ഞാൻ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്തായാലും എത്തും. പ്രീമിയം ബാച്ചിലാവുമ്പോൾ നമ്മുടെ SCRT ബൂസ്റ്റർ സെഷനും PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അങ്ങനെ എക്സ്ട്രാ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴും പറയുന്നു, പ്രീമിയം ബാച്ചിൽ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. പിന്നെ മറ്റേ ബാച്ച് ആയാലും സമയമായി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ആവരുത്. ഇത് റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി, കാരണം നിങ്ങൾക്ക് ക്ലാസ് പെൻഡിങ് വരരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബാച്ചിൽ കാണാം, എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.